അഡ്വക്കേറ്റ് സുൽഫിക്കർ കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. സുൽഫിക്കർ, ഈ സുപ്രധാന വിധിയെ ഒരു നിയമവിദഗ്ധൻ എന്ന തരത്തിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വിധി മുഴുവനായും വായിച്ചു കഴിഞ്ഞിട്ടില്ല. കോടതി ഇപ്പോഴും വിധിയുടെ ബാക്കി ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതുവരെയുള്ള വിധി വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, കോടതി മുഖ്യമായും ഇത് ഇടപെട്ടിരിക്കുന്നത് ഗുജറാത്ത് സംസ്ഥാന ഗവൺമെന്റിന് ഈ കേസിൽ റെമിഷൻ നൽകാൻ, പ്രതികളെ വെറുതെ വിടാനുള്ള അല്ലെങ്കിൽ അവരുടെ ജീവപര്യന്തം വെട്ടിക്കുറച്ച് സ്വതന്ത്രരാക്കാനുള്ള അധികാരം CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 432 വകുപ്പ് കൊടുക്കുന്ന അധികാരം, സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന അധികാരം ഗുജറാത്ത് ഗവൺമെന്റിന് ഇല്ല എന്നുള്ള കണ്ടെത്തലിലാണ് ഇപ്പോൾ കോടതി ഗുജറാത്ത് ഗവൺമെന്റിന്റെ തീരുമാനം റദ്ദാക്കിയിരിക്കുന്നത്. ഈ കേസ് ഇതിന്റെ കുറ്റകൃത്യം നടന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണെങ്കിലും പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് ഇതിന്റെ വിചാരണ മഹാരാഷ്ട്രയിലെ ബോംബെ കോടതിയിലേക്ക് മാറ്റിയിരുന്നു. അതുപോലെ അന്വേഷണം മുഴുവനായും CBI ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ CBI അന്വേഷിക്കുകയും മഹാരാഷ്ട്രയിൽ വിചാരണ നടത്തുകയും ചെയ്ത ഒരു കേസിൽ, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിൽ, അതുപോലെ ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കേസിൽ, ആ കേസിലെ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തുവിടാനുള്ള, പ്രതികളെ പുറത്തുവിടാനുള്ള അധികാരം ഗുജറാത്ത് ഗവൺമെന്റിനല്ലെന്നും മറിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാന ഗവൺമെന്റിനാണെന്നും CBIയുടെ കൺസെന്റോട് കൂടി മാത്രമേ അത് മഹാരാഷ്ട്ര ഗവൺമെന്റിന് പോലും അത് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഈ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനം റദ്ദാക്കിയിരിക്കുന്നത്. അപ്പൊ കൃത്യമായും ഒരു ജൂറിസ്ഡിക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി, ഇതുവരെയുള്ള വിധി വന്നിരിക്കുന്നത്. എന്നാൽ തന്നെയും തുടർന്ന് അങ്ങോട്ട് വിധി വായിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനത്തിന്റെ ശരിതെറ്റുകൾ, അതിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ട സാഹചര്യമില്ല, ആ തീരുമാനം അധികാരമില്ലാത്തൊരു തീരുമാനമായതുകൊണ്ട് ആ ഒറ്റ ഗ്രൗണ്ടിൽ തന്നെ തീരുമാനം ഞങ്ങൾ റദ്ദാക്കുകയാണ്. എന്നാൽ തന്നെയും ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് അധികാരം വിനിയോഗിച്ച അവരുടെ വിവേചന അധികാരം, ഡിസ്ക്രിഷണറി പവർ ശരിയായ രീതിയിലാണോ, നിയമപ്രകാരമാണോ അല്ലയോ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി മറ്റ് വിധി വായിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അത് പറഞ്ഞത് ഇത് ശരിയായ രീതിയിലുള്ള ഒരു വിവേചനാധികാരത്തിന്റെ ഉപയോഗമല്ല എന്നുള്ളതാണ്. അതിന് പറഞ്ഞ കാരണം, ഒന്ന്, ഈ പ്രതികൾ തന്നെ ഗുജറാത്ത് ഗവൺമെന്റിനോട് ഇത് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ ഗുജറാത്ത് ഗവൺമെന്റ് പരിഗണിക്കണം എന്ന് സുപ്രീം കോടതിയിലെ 13/5/2022 ഉത്തരവ്, ആ ഉത്തരവ് ഫ്രോഡുലന്റലി ഒബ്റ്റെയിൻ ചെയ്തതാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ ഇവർ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇത് അപേക്ഷ കൊടുത്തിരുന്നു. മഹാരാഷ്ട്ര ഗവൺമെന്റ് അത് ഈ കേസ് വിചാരണ നടത്തിയ കോടതിയുടെ പ്രിസൈഡിംഗ് ജഡ്ജിന്റെ ഒപ്പീനിയന് വിട്ടിരുന്നു. ആ പ്രിസൈഡിംഗ് ജഡ്ജി നെഗറ്റീവ് ഒപ്പീനിയനാണ് കൊടുത്തത്. ഈ കേസിലെ പ്രതികൾ ശിക്ഷാ ഇളവ് അർഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അന്ന് CBI കേസിന്റെ അന്വേഷണം നടത്തിയ CBIയോടും മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒപ്പീനിയൻ എടുത്തിരുന്നു. CBIയും ഇവർക്കെതിരെയാണെന്ന് ഒപ്പീനിയൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരിക്കൽ തള്ളിക്കളഞ്ഞ കേസാണിത്. അതിനുശേഷമാണ് ഇവർ ഗുജറാത്തിൽ ആ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കള്ള റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത്, ഒരു ഫ്രോഡുലന്റ് മാനറിലാണ് അന്ന് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് അതിൽ സപ്രഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രോഡുലന്റിൽ ഒപ്റ്റൈൻഡ് ആയിട്ട് ഒരു സുപ്രീം കോടതി വിധി, അങ്ങനെയാണ് 13/5/22 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതി എന്ന് പറഞ്ഞത് ഗുജറാത്ത് ഗവൺമെന്റിനോട് ഈ കേസിന്റെ ഈ റെമിഷനുള്ള, ഇവരുടെ ശിക്ഷ ഇളവിനുള്ള അപേക്ഷ ഗുജറാത്ത് സർക്കാർ പരിഗണിക്കണം, അതായത് പോസിറ്റീവ് നെഗറ്റീവ് പരിഗണിക്കണം എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ ആ ഉത്തരവ് പോലും ഒരു ഫ്രോഡുലന്റിൽ ഒബ്റ്റൈൻഡ് ആണ്, ഒരു വഞ്ചനാപരമായി നേടിയെടുത്ത ഒരു ഉത്തരവാണ്. സുപ്രീം കോടതിയിൽ മെറ്റീരിയൽ ഫാക്ട്സിന്റെ സപ്രഷൻ നടന്നിട്ടുണ്ട്, കോടതിയെ മിസ്ലീഡ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്നാണ് ഇപ്പൊ സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് 14 മർഡർ കേസുകളാണ്. അതിൽ 8 പേർ മൈനർ കുട്ടികളാണ്. അതിൽ മാത്രമല്ല 3 ഗ്യാങ് റേപ്പും 14 കൊലപാതകവും, അതിൽ തന്നെ 8 പേർ കുട്ടികൾ. ഇതിന്റെ വിധിപ്പകർപ്പിൽ പറയുന്നത്, കണ്ടെടുത്ത ബോഡികളുടെ, ശവശരീരങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ ഹൃദയഭേദകമായിരിക്കുന്നു എന്നാണ് വിധി പറഞ്ഞ ജഡ്ജി എഴുതിയിരിക്കുന്നത്. അപ്പോ ഇത്ര ഹീനമായ ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതികൾ അവരുടെ ശിക്ഷാകാല ഇളവിന് വേണ്ടി കൊടുത്ത അപേക്ഷ പോലും വീണ്ടും സപ്രഷനും ഫ്രോഡും കളിച്ചുകൊണ്ടാണ് അവർ വീണ്ടും ഇവരുടെ അവസാനത്തെ ശിക്ഷാ ഇളവ് ഗുജറാത്ത് ഗവൺമെന്റ് നേടിയെടുത്തത്. ഗുജറാത്ത് ഗവൺമെന്റിനെ വളരെ നിശ്ചിതമായി സുപ്രീം കോടതി വിമർശിച്ചിരിക്കുകയാണ്. 13/5/22 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രതികൾ സപ്രഷനിലൂടെയും ഫ്രോഡുലന്റ് മാനറിലെയും നേടിയെടുത്തതാണെന്ന് അറിഞ്ഞിരിക്കെ അതിനെതിരെ റിവ്യൂ ഫയൽ ചെയ്ത് ആ വിധി തിരുത്തി വാങ്ങാത്തത് ഗുജറാത്ത് ഗവൺമെന്റിന്റെ തെറ്റായ രീതിയായിരുന്നു എന്നും സുപ്രീം കോടതി ഇന്ന് പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഗുജറാത്ത് ഗവൺമെന്റ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. CBIയുടെയോ കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഒപ്പീനിയൻ കൊടുത്തിരുന്നു. ഈ കേസിൽ ഗുജറാത്ത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട്, ആഭ്യന്തര വകുപ്പിനോട് അനുമതി ചോദിച്ചിരുന്നു.
കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോട് കൂടിയാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഈ വിധിയിൽ പരാമർശിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും, ഈ സുപ്രീം കോടതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരേപോലെ ഗുജറാത്ത് സംസ്ഥാന ഗവൺമെന്റിനും രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും ഏറ്റ തിരിച്ചടിയാണ്. നിയമം വളച്ചൊടിച്ചുകൊണ്ട് പ്രതികളെ, ഇത്രയും വലിയ ഹീനമായ ഒരു കുറ്റകൃത്യത്തിലെ പ്രതികളെ നിയമ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടും സുപ്രീം കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ടും വെറുതെ വിട്ട ഒരു നടപടി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ശക്തമായി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും. ശരി, നന്ദി അഡ്വക്കേറ്റ് സുൽഫിക്കർ, താങ്കളുടെ പ്രതികരണത്തിന്. സുപ്രീം കോടതി അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത്. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികൾ നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് അവകാശമെന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.